കോൺഗ്രസിനെ മാറ്റിവെച്ചാൽ 29 സംസ്ഥാനങ്ങളിലെ ജനകോടികളെ കോർത്തിണക്കാൻ സാധിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്? ഇന്ത്യ ഭരിക്കുന്ന BJPക്ക് ഇന്ത്യ രാജ്യത്ത് 13 സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും വേരോട്ടമില്ല. പിന്നെ ഇവിടെ ഈ വിളക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ എവിടെയാണ് എന്ന് ശ്രീ പിണറായി വിജയൻ സ്വയം ആലോചിക്കണം. വലിയ ഇന്ത്യ രാജ്യത്ത് വലിയ തറവാട്ട് വളപ്പിൽ ഒരു കയ്യാലപ്പുര പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തേക്ക് CPM തകർന്ന് മാറിയില്ലേ? 35 കൊല്ലം ഭരിച്ച ബംഗാൾ കൈവിട്ടില്ലേ? ആന്ധ്ര എന്നോ കൈവിട്ടില്ലേ? ത്രിപുര നിങ്ങൾ കൈവിട്ടില്ലേ? ഇപ്പോ അവശേഷിക്കുന്ന ഒരു കൊച്ചു കേരളം വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാൻ ഇവിടുത്തെ CPM സാധിക്കുമെന്ന് പറയുന്നത് അണ്ണാൻ ആനക്ക് കല്യാണം നടത്തുന്നതിന് തുല്യമല്ലേ എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. നിങ്ങൾക്കതിന് ശക്തിയില്ല, നിങ്ങൾക്കതിന് ജനപിന്തുണയില്ല, നിങ്ങൾക്കതിന് ഇന്ത്യ രാജ്യത്ത് വേരോട്ടമില്ല. ഇന്ത്യ രാജ്യത്ത് നിങ്ങളെ ഒഴിവാക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിങ്ങൾ. 75 വർഷം കമ്മ്യൂണിസം ഭരിച്ച ഏകാധിപത്യ രാജ്യമായ സോവിയറ്റ് റഷ്യ, ആ സോവിയറ്റ് റഷ്യ പോലും ഛിന്ന ഭിന്നമാകുമ്പോ അതിന്റെ പിറകിൽ ഒരു സാംസ്കാരിക സംഘർഷത്തിന്റെ അടിയടികൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഉദാത്തമായ ജനാധിപത്യം അനുവദിക്കുന്ന ഇന്ത്യ രാജ്യത്ത് എന്തുകൊണ്ടാണ് ആ സാംസ്കാരിക സംഘർഷം ഇല്ലാതെ പോയത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ നേതാക്കൾ പറയുന്നു, വേർ ഈസ് പോവർട്ടി there is anarchism, there is anarchism, there is communism. എങ്കിൽ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസം ഉണ്ടാകണ്ടേ? 47 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ പട്ടിണി നാടാണ് ഇന്ത്യ, പട്ടിണി നാടാണ് ഭാരതം. ഒരു പിടി അരിക്ക് വേണ്ടി വേടാമ്പരിനെ പോലെ കാത്തിരിക്കുന്ന 33 കോടി ജനതയാണ്. എങ്കിൽ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസം ഉണ്ടാകണ്ടേ? എന്തുകൊണ്ട് കമ്മ്യൂണിസം ഉണ്ടായില്ല? കമ്മ്യൂണിസ്റ്റുകാർ ഇരുന്ന് തലമുണ്ടാക്കണ്ട, ആലോചിക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് പത്ത് പിടിക്കാതെ പോയത്? നിങ്ങൾ അവിശ്വാസികളുടെ പാർട്ടിയാണ്. നിങ്ങൾ ഈ രാജ്യത്ത് വർഗ പോരാളികളാണ്, വർഗ സംഘർഷത്തിന്റെ ആളുകളാണ്. നിങ്ങൾ ഇന്ത്യക്ക് വേണ്ട. ഇന്ത്യ രാജ്യം വിശ്വാസികളുടെ മണ്ണാണ്. ആ വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇന്ത്യക്ക് ആവശ്യമുള്ളൂ എന്ന് ഇന്ത്യൻ ജനകോടികളുടെ തിരിച്ചറിവാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് വേരൂന്നാതെ പോയത് എന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജനാധിപത്യ മതേതര രാഷ്ട്രമായ ഇന്ത്യക്കകത്ത് അത് ഇനിയും ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ വർഗഫാസത്തെയും വർഗീയ ഫാസത്തെയും എറുക്കാനും തകർക്കാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്.